വന്നോ? ഇന്നാണോ? ആ ആ. ഇന്ന് നമ്മൾ ചുണ്ടങ്ങ കൊണ്ട് ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. ചുണ്ടങ്ങ നന്നായിട്ട് ചതച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയും അരിയും ഒന്ന് മാറ്റിയെടുക്കാം. ചുണ്ടങ്ങ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചുണ്ടങ്ങ ചതച്ച് നമ്മൾ വെള്ളത്തിലിട്ടിരിക്കുകയാണ്, അതിന് കറ പോകാനായിട്ടും അതിൻ്റെ അരി പോകാനായിട്ടും. അപ്പം നമുക്ക് ഇപ്പം തന്നെ നമുക്കിതിനകത്ത് നന്നായിട്ട് കറ കാണാൻ കഴിയും. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വാരിയെടുക്കാം. ചുണ്ടങ്ങ നമ്മൾ 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിനായിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കുകയാണ്. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്, ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിനായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായി കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന ചുണ്ടങ്ങ ഇട്ട് കൊടുക്കാം. വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം.